മാഡം കരുതുന്നുണ്ടോ? ഉറപ്പായിട്ടും അവനും കളക്ടർക്കും എല്ലാം അറിയാം. പിന്നെ കുറെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. പക്ഷെ അവരെല്ലാം ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞപ്പോ അത് ബോഡി ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അന്നേരം ഒരു തെറ്റ് പറ്റിയെന്ന് അവര് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇത് കാര്യമില്ല. കാരണം ഇവിടുന്ന് ഏൽപ്പിച്ചത് മറ്റേ പി ജയരാജൻ മാധ്യമങ്ങൾക്ക് പറഞ്ഞു ഇവരെ കൊന്നതാ. അപ്പൊ അന്ന് ബോഡി ദഹിപ്പിക്കുന്നതിന് മുമ്പിൽ അയാൾക്ക് കനിവോ ദയോ മാനുഷികമായ എന്തെങ്കിലും ഒരു ചെറിയൊരു മലയാളത്തിൽ മോഹനെ എവിടുന്നോ വന്ന് 5 6 ഗുണ്ടകളെയും കൂട്ടി വന്നിട്ട് എന്റെ ഫോൺ പരിശോധിക്കാൻ നോക്കുന്നേ. എന്റെ കയ്യിലെ വീഡിയോസ് പെൻ ക്യാമറയിലുള്ള കക്ഷിയാണ് വീഡിയോസ്. മോഹനെ അവിടുത്തെ ഗുണ്ട വേറൊന്നും പറയാനൊന്നും ഇതേ പറയാനുള്ളൂ. അദ്ദേഹത്തിന്റെ ബോർഡൊക്കെ മാറ്റി കഴിഞ്ഞു പാർട്ടിക്കാര്. അത് കഴിഞ്ഞ പ്രാവശ്യം മാറ്റി. പക്ഷെ ഇപ്പൊ നിലവില് അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വിട്ടുപോയത് ഇന്ന് ഞാൻ ഇപ്പൊ മുമ്പിൽ വെച്ചിട്ട് പറയാ. അതൊന്നും ഇല്ല, ഒറ്റയില്ല. മാഡത്തിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്തെങ്കിലുമൊക്കെ ഇതിൽ പറയാനുണ്ടോ? ഒന്ന് പറഞ്ഞേ. വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് പറഞ്ഞേ. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഈ സംഗതി ഇപ്പോ ആ ഡോക്ടറെ തിരക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഡോക്ടറെ നാർക്കോ ടെസ്റ്റ് ചെയ്താൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുക. എല്ലാത്തിന്റെ ഇത് ഒരു ഉറവിടം കണ്ടെത്തണ്ടെങ്കിൽ ഒന്നിക്കൽ സാറിന്റെ ഡ്രൈവറുടെ ഒരു എത്രയും പെട്ടെന്ന് നാർക്കോ ടെസ്റ്റ്. ഇവനെ ഈ ശംസുദ്ദീൻ അവിടെയൊക്കെ തന്നെ ഉണ്ടോ കണ്ണൂർ? ഇല്ല. അവൻ ഒളിവിലാണോ? ശംസുദ്ദീൻ ഒളിവിലാണോ? മാറ്റിയതായിരിക്കും ഇവര്. ആണല്ലേ? മേഡം അവന് എല്ലാം അറിയാം എന്ന് മാഡം കരുതുന്നുണ്ടോ? ഉറപ്പായിട്ടും അവനും കളക്ടർക്കും എല്ലാം അറിയാം. പിന്നെ കുറെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. പക്ഷെ അവരെല്ലാം മിണ്ടാണ്ടിരിക്കുന്നേ. അവരൊക്കെ ജീവനിൽ ഭയന്നിട്ട് പിന്നെ പറയാത്തതാണ് അല്ലേ? കുറെ ആൾക്കാർ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത് ജീവനിൽ ഭയന്നിട്ട്. പക്ഷെങ്കിൽ ഇതിപ്പോ അവരുടെ സാറിന്റെ വൈഫിനോ സാറിന്റെ 2 മക്കൾക്കും മാത്രം പോയതല്ല ഇത്. ഇതെന്ന് വെച്ചാല് ഈ സമൂഹത്തിന്, പ്രത്യേകിച്ച് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കളക്ടർ ആയതുകൊണ്ട് കണ്ണൂരിന്റെ അവർക്ക് ഏറ്റവും വലിയ നഷ്ടം. പിന്നെ ഇനി പത്തനംതിട്ടയിൽ 6 മാസം ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ 6 മാസം 6000 കോടി ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ 6000ന്റെ അത് തികച്ചും പരിഹരിച്ചെടുക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വിഷമം. അതായത് ഇതിപ്പം ഇവിടെ മൺമറിഞ്ഞു പോയ നമ്മുടെ ബഹുമാനപ്പെട്ട ADM സാറ് കണ്ണൂരിലെ ഇത്രയും കാലം ജോലി ചെയ്ത സമയത്ത്, വയനാട്ടിലായിരുന്നപ്പോ കാസർഗോഡായിരുന്ന സമയത്ത്, ഇവിടെ കണ്ണൂരായിരുന്ന സമയത്തായാലും ചെന്നുപെട്ട ആ സ്ഥലത്തുള്ള ജനങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും ആ സ്പോട്ടിന് ആ സമയത്ത് തന്നെ ചെയ്ത് ആ പ്രശ്നം പിന്നീട് രണ്ടാമത് വരാനുള്ള ഓഫീസാക്കി മാറ്റാറുണ്ടായിരുന്നില്ല. പിന്നീട് അവരവിടെ ചെല്ലേണ്ട ആവശ്യം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നില്ല. ഇല്ല. അത്രയും നല്ല രീതിയിൽ ഇവിടെ ഉണ്ണിരാജ സാറിലും SP ആയിരുന്ന സമയത്തുള്ള ആ സുരക്ഷിതത്വത്തോടെ അദ്ദേഹം അതുപോലെ ചെയ്തിരുന്നു. രാജമാണിക്യ സാറിലും ഉള്ള സമയം, നവീൻ സാറിന്റെ സമയത്ത് ഇവിടെ ഒരുപാട് സാറ് ഇവിടെ അഡ്വക്കേറ്റ് അല്ല കളക്ടറായിട്ട് ജോലി ചെയ്തിരുന്ന ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ ADM സാർ ഉണ്ടായിരുന്ന സമയത്ത്. അതിപ്പോ ഒരു ADM സാറിന്റെ വൈഫിനോ അതല്ലെങ്കിൽ ആ 2 പൊന്നു മക്കൾക്കോ നഷ്ടപ്പെട്ട നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ആ ബഹുമാനപ്പെട്ട ADM സാർ ഉണ്ടെങ്കിൽ കണ്ണൂരിന്റെ ഏറ്റവും വലിയ നഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഇനി പോകുന്ന പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ നഷ്ടം. ഒരുപാട് എന്റെ ഒരു സംശയമാണ് മേഡം, അദ്ദേഹം ഇവിടെ വരുമ്പോ കാസർഗോഡത്തെ ഈ പാർട്ടിയുടെ ഭൂമാഫിയുടെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പിടിച്ചു എന്നൊരു സംഭവം കേട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ വരുന്നത്, കണ്ണൂർ വരുന്നത്. അപ്പൊ ഈ പാർട്ടിയുടെ സംബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കിട്ടിയത് തന്നെ ആയിരിക്കും അല്ലെ ഈ ഒരു കൊടും കൃത്യത്തിലേക്ക് അവരെ നയിച്ചത്? പിന്നീണ്ടല്ലോ അത് വേറെ പറയാനൊന്നും ഇല്ലല്ലോ. അത് തന്നെയാണല്ലോ അതിന്റെ ഒരു ഉത്തമം. കാസർഗോഡ് ഉള്ളതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം വയനാടിന്റെ ഭൂമി ആരുടെ കയ്യിലാണ് എന്ന് എല്ലാവർക്കും ആർളം ഭൂമിയായാലും കല്ലാട്ടുള്ള ഭൂമിയായാലും പിന്നെ ഇവിടുത്തെ ചെങ്ങളായി പഞ്ചായത്തിന്റെ ഭൂമിയായാലും ഇവിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് അത് രഹസ്യാന്വേഷണം നടത്തിയാൽ മനസ്സിലാവുമല്ലോ. മേഡം അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോ കണ്ണൂരുണ്ട്, വീട്ടിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല, ഞാന് ഇരിട്ടിയിലേക്ക് പോകുന്നില്ല. ഇല്ല. അപ്പൊ എന്റെ ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ പറയുന്ന ഡ്രൈവറെ അവിടെ കാണുന്നില്ല. ഈ പ്രശാന്തിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അവരെല്ലാം ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, അവര് ചാനലിൽ ഒരു ഇതിനകത്ത് പറഞ്ഞു പിണറായി എന്ന മുഖ്യമന്ത്രിക്ക് ഒരു വാട്സപ്പിൽ അയച്ചു, കത്തയച്ചു എന്നൊക്കെ പറയുന്നു. അന്ന് 98,500 വാങ്ങിച്ചു എന്ന്. അപ്പൊ അന്ന് ഇത് ഇയാള് കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്നേരം അയാൾ കൊടുത്ത ആളെ അറസ്റ്റ് ചെയ്യണം. പിന്നെ നവീൻ സാർ എന്തായാലും വാങ്ങൂലെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അത് ഏതോ ഒരു വ്യക്തിക്കും ഈ ഇവിടുത്തെ കേരളത്തിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഏതൊരു സ്ഥാപനത്തിലും ആത്മാർത്ഥതയുള്ള സത്യസന്ധരായ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം
അദ്ദേഹത്തിന്റെ അടുത്ത് ഒരിക്കൽ പോയ എല്ലാ പാവം ജനങ്ങൾക്കും അറിയാം, അദ്ദേഹത്തിന് നേരിട്ടറിയുന്ന എല്ലാവർക്കും അറിയാം. മാഡം ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. മാഡം നമ്മുടെ ഈ മരിച്ചുപോയ നവീൻ ബാബു സാറിന്റെ ബന്ധുക്കളായ അനിൽ നായർ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ഉണ്ട്. അദ്ദേഹത്തിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാത്തെന്താ? സാറിന്റെ ഭാര്യയെ കാണാൻ അവിടെ പോയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ സാറിന്റെ വൈഫിനെ കാണാൻ പോയിനല്ലോ രണ്ടാമത്. ആണോ? പോയിരുന്നോ മാഡം? ഞാൻ രണ്ടാമത് പോയി അവരെ വീട്ടിൽ നിന്ന്. അപ്പൊ അഡ്വക്കേറ്റിനെയും അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയ സമയത്ത് അവിടെ അഡ്വക്കേറ്റ് വന്നു. അപ്പൊ ഞാൻ അഡ്വക്കേറ്റിനോട് ചോദിച്ചു, അന്ന് ഞാൻ പറഞ്ഞപ്പോ അത് ബോഡി ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അന്നേരം ഒരു തെറ്റ് പറ്റിയെന്ന് അവര് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടുന്ന് ഏൽപ്പിച്ചത് മറ്റേ പി ജയരാജൻ സുംബനെന്ന് ജഡ്ജിനെ വിളിച്ചേ. അപ്പൊ അവരുടെ നിയന്ത്രണത്തിൽ അവിടെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൗത്യമായിരുന്നില്ലേ അത് അവര് ഏൽപ്പിച്ച കടമയാ. അപ്പൊ അത് നിറവേറ്റുക എന്നത് അവര് ഏറ്റവും വലിയൊരു ഇതായിരുന്നു. അപ്പൊ അതിന് അവര് അതിന്റേതായ രീതിയിൽ നല്ല രീതിയിൽ ആ ഉത്തമ ബോധ്യത്തോടെ അത് നല്ല രീതിയിൽ ചെയ്തു. പാർട്ടി കണ്ണൂർ പാർട്ടി ഈ ഒരു വലിയ കാര്യം ദൗത്യം പോലെ ഇയാളെ ഏൽപ്പിക്കുകയായിരുന്നു, മറ്റൊരു അസാരസ്യവും ഉണ്ടാകാതെ ചെയ്യിപ്പിക്കാനായി, അല്ലെ? അതാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇപ്പൊ കണ്ണൂരിൽ നിന്ന് വീണാമണി എന്നൊരു വ്യക്തി അവിടെ വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുമ്പോ ഞാൻ തന്നെയാണ് അവിടെ വന്ന് എന്നത് ഇവിടെ കണ്ണൂര് വേറെ ഈ പേരുള്ള വേറെ ആൾക്കാരുണ്ടാവില്ലേ? ഞാൻ തന്നെയാണ് വന്ന് എന്നത് ഇവിടുത്തെ ഓരോരുത്തർക്കും അറിയാം. പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരും ഇവിടുത്തെ ആൾക്കാർക്കും അറിയാം. അതുകൊണ്ടല്ലേ മലയാളപ്പുഴ മോഹൻ എന്നോട് ചോദിച്ചതാ, നിങ്ങളെ കയ്യില് ഞാൻ നവീൻ സാറിനെ കൊന്നത് കണ്ടു എന്നൊന്നും അവിടെ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താ, സാറിനെ കണ്ടു, വണ്ടിയിൽ കൊണ്ടുപോകുന്നത് കണ്ടു. ഞാൻ പറഞ്ഞത് റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ അവര് അത് പറഞ്ഞപ്പോഴാണ് അവര് ജനന്റെ ഉള്ളിൽ എത്തി നോക്കിയിട്ട് ഇവരൊക്കെ അറിയാം സാറിനെ കൊന്നതാണ്. അതുകൊണ്ടാണ് എന്നോട് മലയാളത്തിൽ മോഹനെ എവിടുന്നോ വന്ന് 5 6 ഗുണ്ടകളെയും കൂട്ടി വന്നിട്ട് എന്റെ ഫോണ് പരിശോധിക്കാൻ നോക്കുന്നേ. എന്റെ കയ്യിലുള്ള വീഡിയോസ് പെൻ ക്യാമറയിലുള്ള കക്ഷിയാണ്. വീഡിയോസ് നിങ്ങൾ അങ്ങനെ ദേഹപരിശോധനയൊക്കെ നടത്തിയോ ഈ മലയാളപ്പുഴ മോഹൻ? ദേഹപരിശോധന നടത്തിയില്ല. അങ്ങനെ അത് ആവശ്യപ്പെട്ടിട്ട് ഒരു ഭീഷണിയല്ലേ, നല്ല ഭീഷണിയായിരുന്നില്ലേ അവിടെ നിന്ന്? നല്ലതാണ് അത്രയും. അപ്പൊ അതിന്റെ അകത്ത് ഏതൊരു മന്ദബുദ്ധിയായവർക്ക് പോലും മനസ്സിലാവും അവരുടെ ആ സംസാരത്തിൽ അവര് കൊന്നിട്ടാണെന്ന്. എനിക്കൊരു സംശയം കൂടെ മാഡത്തിന്റെ ചോദിക്കാനുണ്ട്. പിന്നീട് മാധ്യമങ്ങളിലൊക്കെ വന്ന് പറഞ്ഞു, മാധ്യമങ്ങൾക്ക് പറഞ്ഞു ഇവരെ കൊന്നതാ. അപ്പൊ അന്ന് ബോഡി ദഹിപ്പിക്കുന്നതിന് മുമ്പിൽ അയാൾക്ക് കനിവോ ദയോ മാനുഷികമായ എന്തെങ്കിലും ഒരു ചെറിയൊരു മനുഷ്യനാണെന്ന് മനനം ചെയ്യുന്ന ആളാ മനുഷ്യൻ. അപ്പൊ അയാൾ ഒരു മനുഷ്യനാണെങ്കിൽ പറയില്ലേ, അന്നല്ലേ പറയണ്ടേ? അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ പറയുന്നത് അത് അധാർമികമെന്നല്ലേ പറയാ? തീർച്ചയായിട്ടും ഇരട്ടമുഖമാണത്, CPM-ന്റെ ഇരട്ടമുഖമാണ്. അപ്പൊ മാഡം എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. മാഡം ഇപ്പൊ കണ്ണൂര് മോഹന അവിടുത്തെ ഗുണ്ട അത്ര അയാള് വീട് എവിടെയാന്ന് എനിക്കറിയാം. എവിടെയാന്നറിയോ? അയാള് ഞാൻ പറഞ്ഞല്ലോ, എന്റെ അടുത്ത് ഒരാൾ വന്നിട്ടുണ്ട്, അയാള് ഞാൻ തേടി പോവും. അയാൾ എവിടെയാന്ന് ഞാൻ ശരിക്കും രഹസ്യമായിട്ട് ഞാൻ അന്വേഷിക്കും. അപ്പൊ അയാളും ശരിക്കും വീട് മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിന്റെ ആ സൈഡിൽ ആ ഹോട്ടലിൽ സാധനങ്ങൾ വെക്കുന്ന കടയുണ്ട്, അതിന്റെ കുറച്ചപ്പുറത്താണ്. മാഡം എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഇതിന് നിയമപരമായ ഒരു ചെറിയ കാര്യം എന്റെ ഒരു സംശയം ചോദിക്കുവാണ്. മാഡം ഇത്രയും കൃത്യമായി സാറിനെ കൊന്നതാണ് എന്ന് പറയുമ്പോൾ താങ്കൾക്ക് തിരുവനന്തപുരത്ത് DGP സമക്ഷം ഒരു കത്ത് കൊടുത്തുകൂടെ? അല്ലെങ്കിൽ ഇത് പറഞ്ഞുകൂടെ? ഞാനൊരു കാര്യം പറയട്ടെ. ഇതിപ്പം ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂട്ട് ഇന്ന് ഇവിടെ വന്നു, കുറച്ച് ദിവസം മുമ്പ് വന്നു, അതിനും കുറച്ച് ദിവസം മുമ്പ് വന്നു. ഇതിങ്ങനെ ഇവരെ എന്റെ പേര് അവരവിടുന്ന് നോക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും ഞാൻ അവരെ മുമ്പിലൂട്ട് ഞാൻ എന്തിനാ വരുന്നത്? ഞാനിവിടെ തന്നെ ഇടയ്ക്ക് വരുന്നത് ഔദ്യോഗികമായിട്ട്. കുറച്ചു ദിവസം മുമ്പ് ഞാൻ കോടതിയിൽ വന്നു. ഞാൻ വീട്ടിൽ പോവാറില്ല, ഇവിടെ വരാറുണ്ടല്ലോ. അപ്പൊ ഇത് എന്തെങ്കിലും തരത്തിൽ ഞാൻ അവരുടെയൊക്കെ ഈ പോലീസ് ഓഫീസർക്ക് പറയാൻ പറ്റത്തില്ല. വീണാമണിക്ക് അറിയാമെന്ന് അവർക്കറിയാലോ. അതുകൊണ്ടാണല്ലോ പിന്നെ ഞാൻ ചോദിക്കുന്നത്, ആ സംസുദിൻ എന്നൊരു വ്യക്തി ഇവിടുത്തെ ഈ ലോകത്തുനിന്ന് മറയുന്നതിന് മുമ്പില് അവര് ഇനി ഇവിടെ ഉണ്ടാവും എന്ന് എനക്കറിയില്ല. എനിക്ക് സംശയം ഒളിവിലാക്കിയിരിക്കുകയാണെന്നാ പറയുന്നത് അല്ലെ? സംശയമില്ല, പ്രശാന്തനെ കാണുന്നില്ല അല്ലെ? അവരെയും കാണുന്നില്ല. അപ്പൊ ഈ പ്രശാന്തിന, സംസുദീന, ഇവിടുത്തെ കലക്ടർ, 3 ആളെ തന്നെ ഒന്ന് നാർക്കോ ടെസ്റ്റ് ചെയ്താൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. സമയത്ത് നടക്കും. ഇത് അഭയക്കേസ് പോലെ നീണ്ടൊന്നും പോകില്ല. എത്രയും പെട്ടെന്ന് കണ്ണൂരിന്റെ 2 ജഡ്ജിമാരാണ് അവിടെ ബെഞ്ചിലിരിക്കുന്നത്. അവരിത് എത്രയും പെട്ടെന്ന് ചെയ്താൽ ഇത് ആർക്കാ ഉപകാരമാകുമെന്നറിയാം? ഇവിടുത്തെ ജനങ്ങൾക്ക്, കേരളത്തിന്റെ ജനങ്ങൾക്ക്, കേരളത്തിലെ പാവപ്പെട്ടവർക്ക് നീതിപീഠം നന്നായിട്ട്
ജനങ്ങളുടെ കൂടെയാണെന്ന് നമുക്ക് വിശ്വസിക്കാനുള്ള ഒരു വലിയ കരുത്ത് ബഹുമാനപ്പെട്ട നീതിപീഠം ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് മാത്രമേ ചെയ്യാൻ